So guys, Big Boss season 7 episode 30. Yeah. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ല, അനുമോളുടെ ആ വിഷയത്തില് അനുമോൾ ഇത് കണ്ടത് ജയിലിൽ കിടന്നപ്പോ എങ്ങനെ കാണുന്നുള്ളൊരു ഡൗട്ട് വെച്ചിരുന്നില്ലേ, അതിൽ നമുക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഐ ആക്സെപ്റ്റ്. ബിക്കോസ് അനുമോള് അന്ന് പുലർച്ചെ ജയിലിൽ കടന്ന രാവിലെ അന്ന് പുലർച്ചെയാണ് ഗിസയിലും ആര്യനും കിടക്കുന്നത് കണ്ടതും. അന്ന് രാത്രിയാണ് അവരെ ജയിലിൽ പോയത്. അപ്പൊ അനുമോള് പറഞ്ഞ കറക്റ്റാണ്. നെക്സ്റ്റ് ഡേ അനുമോള് കണ്ടിരിക്കാം എന്നുള്ളൊരു അനുമോളുടെ വേർഷൻ അതിൽ എന്തില്ല, മിസ്മാച്ച് ഇല്ല. അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ഡേ ഒരിക്കലും പുലർച്ചെ സമയം അവരെന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ഡേ ആയിട്ട് കൂട്ടില്ല. അവരെപ്പോഴാണോ പാട്ട് തുടങ്ങുന്ന ആ ടൈം മുതലാണ് നെക്സ്റ്റ് ഡേ ആയിട്ട് എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു ടേംസ്. അങ്ങനെയാണ്, കാരണം അവിടെ സമയമില്ല, അവർ പറയുന്നതാണ് സമയം. അങ്ങനെ ആ രീതിയിലാണ് അവരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അത് ബിഗ് ബോസിന്റെ ടേംസിൽ വെച്ച് നോക്കിയപ്പോഴാണ് നമുക്കും ആ സാധനം ഭയങ്കര കൺഫ്യൂസിംഗ് ആയി തോന്നുന്നു. അല്ല, എന്താ പറയാ, വെളുപ്പിക്കാൻ ഭയങ്കരമായിട്ട് അല്ല അതെന്താണെങ്കിലും നടക്കും. കാരണം ഒരു സൈഡില്, കാരണം ഹെവി PR ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള വൈറ്റ് വാഷിംഗ് നടന്നോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ആ കാണിച്ച ആക്ടിന് ഒരു രീതിയിലും അത് ആക്സെപ്റ്റബിൾ അല്ല. ഞാൻ ശരിക്കും വിചാരിക്കണോ, ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിൽ ശരിക്കും ചോദിക്കണം, മോളെ ഞാനും പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പല സിനിമയിലും അങ്ങനത്തെ ബെഡ്റൂം സീനിലൊക്കെ അഭിനയിച്ചു, അതിന്റെ അർത്ഥം അതാണോ ചോദിക്കുക. അങ്ങോട്ട് ചോദിച്ചാൽ ഞങ്ങൾ നാണം കിട്ടുമോ സത്യം പറഞ്ഞാൽ മോള്. എന്തായാലും അതിലേക്ക് നമുക്ക് വരാം. എന്താ ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ കോമഡി തേങ്ങ അടിച്ച് പൊട്ടിക്കാൻ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ നിവിൻ കിളി പോയി. കുത്തിയാലൊക്കെ തെറിച്ചാണ്ടല്ലോ, ആ തീരുമാനമായില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു, അതങ്ങനെ പോയി. അതിനുശേഷമാണ് നമ്മളെ അനീഷ് രാവിലെ തുടങ്ങി. അനീഷ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈൽഡ് കയറിയ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷ് വൈൽഡ് കാർഡ് കയറിയത് മുതൽ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഇവരടിക്കണം, അനീഷിനെ എങ്ങനെ ഇവരടിക്കണം. അനീഷ് ആ അടി രാവിലെ തുടങ്ങി, രാവിലെ തുടങ്ങി അനീഷ്. അത് രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഒരു ഇറിറ്റേറ്റിംഗ് സാധനം ഉണ്ടല്ലോ. അനീഷ് അത് ഗുണമില്ലാത്ത വൈൽഡ് കാർഡ്സ്, ഏറ്റവും മോശം വൈൽഡ് കാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രവോക്ക് ചെയ്ത് ആ തല വരെ എത്തിച്ചു. അതിലാണ് ജിഷിൻ പോയിട്ട് ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുന്നത്, പണി തുടങ്ങിയത്. അതായത് വേദലക്ഷ്മി അവിടെ അവരുടെ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. അവരൊരിക്കലും നമ്മൾ വൈൽഡ് കാർഡ് അല്ലേ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണ്ടേ എന്നുള്ള സ്കീമിലൊന്നും അവിടെ വേദലക്ഷ്മി നിന്നില്ല. അവര് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തു, ഇവൻ പറഞ്ഞതിന് ജിഷിൻ പറഞ്ഞ കാര്യം. ജിഷിനെ ഞാൻ പറയട്ടെ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത, വാവിട്ട വർത്താനം പറയുന്ന ഒരു എന്താ പറയാ, ലോ സ്റ്റാൻഡേർഡ്, പക്ക ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് ജിഷിൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇന്റർവ്യൂല് കണ്ടാലും എനിക്ക് വലിയ രസം തോന്നിയിട്ടൊന്നുമില്ല. അയാൾ അങ്ങനെ ആയിരിക്കാം, നമുക്കത് നോക്കണ്ട. പക്ഷെ ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് ജിഷിൻ തന്നെ ഒരു 10 വാക്ക് പറയാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കോൺവെർസേഷന് 10 വാക്ക് എടുത്ത് ആ 10 വാക്കിലും എന്തുണ്ടറിയോ, മാറ്റിമറിച്ചു. ജിഷിൻ ആദ്യം പറഞ്ഞത് അനീഷിന്റെ കല്യാണത്തിനെ കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചുമാണ് കമന്റ് ചെയ്തത്. വേദലക്ഷ്മി കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങൾ ഡിവോഴ്സിലല്ലേ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെന്ന് ചോദിച്ചു. ഇയാള് നീ എന്തിനാ എന്റെ ലൈഫിൽ ഇടപെടാൻ പറ്റും, ഇവനെന്തിനാ അനീഷിന്റെ ലൈഫിൽ ഇടപെടാൻ പോണേ? അതിന്റെ കാരണമുള്ള എന്താ ഉള്ളത്? എന്റെ പേഴ്സണൽ കാര്യം വേദലക്ഷ്മി ചോദിച്ചാൽ നിങ്ങൾ എന്തിനു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളത്? അതാണ് രസം. വേദലക്ഷ്മി ചോദിച്ചാ ഇവരെന്തിനു പറഞ്ഞു കൊടുക്കണം. പിന്നെ കേറുന്നതൊക്കെ ഒപ്പം ആരാണ്? വൈൽഡ് കാർഡ്സ് ആണ്. ഈ ഒപ്പം കയറുന്ന വൈൽഡ് കാർഡ്സും ഒപ്പമുള്ള ഒരു വൈൽഡ് കാർഡിനെ കുറിച്ച് പഠിക്കാതെ കയറും. ഹൗസിനകത്തുള്ളവരെ മാത്രം കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ വൈൽഡ് കാർഡ്സ് കയറുക? അല്ല, തമ്മിൽ ഒപ്പമുള്ള വൈൽഡ് കാർഡ്സിനെ കുറിച്ച് അവർക്ക് ഒരു ഗസ് ഉണ്ടാവും. പിന്നെ ജിഷിന്റെ പേരൊക്കെ കുറെ കാലമായിട്ട് ബിഗ് ബോസിൽ വരുന്നുണ്ട് പറഞ്ഞു കേൾക്കുമ്പോൾ അത്യാവശ്യം ജിഷിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ എല്ലാവരും നടത്താതെ കയറൊന്നുമില്ല. ഓക്കെ, ഒന്നും മിണ്ടാണ്ടായില്ലല്ലോ. ജിഷിൻ ആ ഇത് സത്യം പറഞ്ഞ ജിഷിന്റെ ഇന്റർവ്യൂലൊക്കെ ഇന്ന് രാവിലെ മുതലേ ആയിരുന്നു കണ്ടു. ഞാൻ അത് എടുത്ത് വെക്കുന്നില്ല, കാരണം അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കാത്തത്. അനീഷിനെ പറഞ്ഞതിനുണ്ടല്ലോ, ശരിക്ക് എന്റെ എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, എല്ലാം എന്താണെന്ന് പറയുന്നത് മസ്താനിനോട് പറയുന്നത്. അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാപോയ കോടാലിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാരെയും ഊക്ക് കിട്ടി. അപ്പോഴാണ് അക്ബർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സംസാരം. അക്ബറിന്റെ കയ്യിൽ നിന്നല്ല, എല്ലാരെയും കിട്ടും.
പിന്നെ പറഞ്ഞില്ലേ തിരിച്ചു കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ പറയണം എന്നുള്ളത്. വന്നവരും പോയവരൊക്കെ നിന്ന് കൊട്ടും. അങ്ങനത്തെ ഒരു ചെണ്ടയാണ് ആര്. ജിഷിനും അല്ല, ജിഷിന് വന്നത് മുതൽ എല്ലാം കിട്ടുന്നുണ്ട്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഷാനവാസും കൂടി എടുത്ത് കൊടയുള്ളൂ. ഒരു ദിവസം ഷാനവാസും കൊടയും മച്ചക്ക് മാറി ഷാനവാസിൽ നിന്നും കുറച്ചിൽ കിട്ടും. ഇനി അടുത്ത് ഷാനവാസ്. അത് ഷാനവാസിന്റെ കിഡിലൻ റിപ്ലൈ ആയിരുന്നു. കാരണം വേദലക്ഷ്മി ഇന്നലെ അനാവശ്യമായിട്ട് വന്നിട്ട് ഒരു പ്രോ കുല കളിയെ കളിച്ചത്. അതായത് പുറത്തുനിന്ന് കണ്ടു വന്നതിൽ ഇവര് ഫുഡ് ലേറ്റ് ആണ്, ഇവര് ഫുഡ് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, കിച്ചൺ ടീം കറക്റ്റ് കയറുന്നില്ല എന്നുള്ളൊരു സാധനം കണ്ടുപഠിച്ചു വന്നപ്പോൾ അതെടുത്ത് അടിച്ചതാണ് വേദലക്ഷ്മി. പക്ഷെ അത് കൃത്യമായിട്ട് ഷാനവാസ് എന്ത് ചെയ്തു, അപ്പോൾ അവിടെ ഇടപെട്ടു. അവിടെ കൃത്യമായിട്ട് ഷാനവാസ് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരേണ്ട ആളല്ലല്ലോ, നിങ്ങൾക്ക് കിച്ചൺ ടീമിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കറക്റ്റ് വേദലക്ഷ്മി കിച്ചണിൽ നിന്ന സമയത്ത് ഷാനവാസ് തിരിച്ചടി അല്ല ക്യാപ്റ്റൻ ആക്കി സമയത്ത് നെവിൻ അല്ല തിരിച്ചടിയും തുടങ്ങി. അതെ അതെ, ക്യാപ്റ്റൻ ആയതുകൊണ്ട് അടിക്കാലോ. അപ്പൊ ഷാനവാസ് ക്യാപ്റ്റൻ, ഇപ്പൊ വേദലക്ഷ്മി ക്യാപ്റ്റൻ. അത് ഷാനവാസ് തിരിച്ച് നല്ല കൊടുക്കൽ കൊടുക്കും. പക്ഷെ ഷാനവാസിന്റെ ആകെ സീൻ എന്താ പറയുക, ഷാനവാസ് ഓവർ ഹൈപ്പർ ആവുന്ന സമയത്ത് കുറെ തെറി പറയും, വീട്ടുകാരെ പറയും, ചീത്ത പറയും. ആ ഒരു സാധനം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഷാനവാസ് പ്രോപ്പർ റൈറ്റ് ചാനലിലാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം പോയിന്റ്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്ഷെ ഇതൊരു അരോചകമായിട്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ തോന്നാം, അത്രേ ഉള്ളൂ. ബട്ട് അതൊരു നല്ല വെർബൽ സ്പാറ്റിംഗ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അല്ലേ. അതില് വേദലക്ഷ്മി പക്ഷെ ഇരുന്നു കേട്ടോ അവിടെ, ഒന്നും പറയാൻ കിട്ടിയില്ല, ആകെ ചമ്മി പിടിച്ചു പോയി. അതിനിടയിലും സ്ക്രീൻ സ്പേസ് പിടിക്കാൻ നമ്മൾ അനീഷ് വളരെ കഷ്ടപ്പെട്ടിട്ട് അതിനിടയില് കയറിക്കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് ഈ ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ടാസ്കിനിടയിൽ ഇവർക്ക് റാങ്ക് ചെയ്യാനായിരുന്നു കൊടുത്ത ഒരു ചീട്ടിനകത്ത് ബുദ്ധിശാലി, സ്മാർട്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് റാങ്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇതില് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്താ പറയുക വിചാരിച്ചേ, ഇതിലൊരു മസ്താനി അങ്ങനെ കുറച്ച് ഇപ്പൊ കയറി വന്നാൽ 5 ആളില് മസ്താനിയോ അല്ലെങ്കിൽ വേദലക്ഷ്മിയോ ഒക്കെ ഉള്ളൂ എന്തിവരായിട്ടൊരു റാപ്പോ അല്ലാതെ മാറി മാറി പോകുന്ന ആളുകൾ. ഇനി അവരാണെങ്കിലും ചില ആളുകളായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരുടെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ കൊണ്ടുവന്നു. വൈൽഡ് കാർഡിന്റെ ഇടയിലും ബാക്കി കണ്ടസ്റ്റൻസിന്റെ ഇടയിലും ഒരു ഫ്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് ഇട്ട് കൊടുത്തത്. ആൻഡ് അത് മാത്രമല്ല, മോറോവർ ഈ ടാസ്കിൽ നിന്ന് വീട്ടിലുള്ളവർ മനസ്സിലാക്കണം പുറത്തെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത്. ഇതിപ്പോ ഇവർക്ക് ഇനി പുറത്തത്തെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ ബുദ്ധിമാനായിട്ടാണോ, നമ്മളെ കുറിച്ച് നാട്ടുകാർ ബുദ്ധിമാനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പക്ഷെ അതുമില്ല, അവർക്ക് തെറ്റിച്ച് പറഞ്ഞൂടെ? ഇല്ല, ബിഗ് ബോസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യസന്ധമായി പറഞ്ഞു ആണെങ്കിൽ തെറ്റിച്ച് നിർത്താം. പക്ഷെ ഇവര് തെറ്റിച്ച് അധികം നിർത്തിയിട്ടില്ല. ഇവര് മിക്സ് ആക്കിയിട്ട് നിർത്തിയാലും ഇവർ അധികം തെറ്റിച്ച്. ബുദ്ധിമാനൊക്കെ എന്താണെങ്കിലും അവര് ബുദ്ധിശാലിയൊക്കെ ആദ്യം തന്നെ അവര് നിർത്തിയെന്ന് തന്നെ ഇവർക്ക് ഏകദേശം മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് ബിന്നിക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. അതായത് ബിന്നിനെ എവിടെയും അവരെന്ത് ചെയ്തില്ല, ഒന്നിലും കൺസിഡർ ചെയ്തിട്ടില്ല. സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിന്റെ അനുമോക്ക് വോട്ടാൻ കാരണം അതല്ല. അനുമോക്ക് വോട്ടാൻ കാരണം ഇത്രയും ദിവസം ഇന്നലെ ഇപ്പൊ മറ്റേ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നവരാണ് വൈൽഡ് കാർഡ്സിലെ മെജോറിറ്റി. അവര് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് അനുമോളെ തട്ടിയത് എന്തിനുള്ള ഒരു സങ്കടമാണ് അനുമോക്ക്. അത് കാര്യമാക്കേണ്ട ഐറ്റം ഒന്നുമല്ല. പക്ഷെ ബിന്നിക്ക് പൊട്ടിയതല്ല. ബിന്നി അതിനകത്ത് വിചാരിക്കുന്നത് ബിന്നിന്റെ ഗെയിം ചെയ്യാൻ പറ്റില്ല, ക്രൂക്കഡാണ്, ഷ്രൂഡാണ്, ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്ന ഗെയിമാണ്. പക്ഷെ അത് ഒളിഞ്ഞ ഇരുത്തം പുറത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. ചില സമയങ്ങളിൽ മാത്രം, അതായത് വേറൊരു കണ്ടസ്റ്റന്റ് ബിന്നിനെ കുറിച്ച് പറയുമ്പോഴാണ് ബിന്നിയുടെ മാസമാവുന്നത്. അല്ലാതെ ബിന്നിയുടെ ഒരു സംഗതി വരുന്നില്ല. ഭയങ്കര അബദ്ധമാണ് ഇത് സംഭവിക്കുന്നത്. അതിപ്പോ എനിക്കും പറ്റിയിട്ടുള്ള ഒരു പറ്റലാണ്. ഞാൻ അങ്ങനെ കുറെ പേർക്ക് പറ്റി എന്റെ സീസണിൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും നമ്മളെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ പുറത്തു വരും. എവിടെ ഒരു വണ്ടി വരാൻ പോണില്ല, ഒരു ഒലക്കി വരാൻ പോണില്ല. സത്യമാണ്. അതെ, ഞാനൊക്കെ ശശീനെ മോള് ശശി ആയതാണ്. ശശീനെ മോള് ശശി ആയതാണ്. ആ ശശിത്തര ആർക്ക് വരാൻ പാടില്ല, എനിക്ക് വരാൻ പാടില്ല. ബിന്നിയൊക്കെ അടി, അതാണ് പ്രശ്നേ. ഇപ്പൊ ബിന്നി സംഗതി കുറുക്കാണ് എന്നുള്ളത് ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ ആ കുറുക്കത്തരം പുറത്ത് കാണിക്കണ്ടോ? ഇല്ല. അത് ബിഗ് ബോസിന് ആവശ്യമുള്ള കണ്ടന്റ് അല്ല. അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് അല്ലാന്ന് മനസ്സിലായില്ല. അവർക്ക് ആവശ്യം ആകെ എന്താ, അടി ഇടി ഒച്ചപ്പാട്, ഈ ബഹളം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രം മതി. ഇതിനിടയിൽ ഈ പ്ലാനിങ് പ്ലോട്ടിങ് ഐറ്റം വേണ്ട. പിന്നീട് ഇറങ്ങിയാ പിന്നിക്ക് പറഞ്ഞു കൊടുക്കില്ലായിരുന്നോ? പാളിപ്പോയില്ലേ? ആര് എടി ഇങ്ങനെ ചെയ്യരുത്, ഞാൻ വാഴ ഏതാണ് ഈ ആവുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ? ഞാനേ വാഴ ഏതാണ്, നീ മരവാഴയാവുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പറ്റിയില്ല. പക്ഷെ ആ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് വിളിച്ച സമയത്ത് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കോ പറ്റി, ഞാനോ വാഴയെ നിങ്ങളാവരുത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി. ഇങ്ങനെ എന്താ പറയാ, ഈ സംഗതികളിൽ നിന്ന്
എനിക്ക് തോന്നുന്നു അവിടെ ആ ഗെയിം കുറച്ചും കൂടി കണ്ണിങ് ആയിട്ട് മനസ്സിലായത് അഭിലാഷ്, അനീഷ്, അഭിലാഷ്, അങ്ങനെ അവർക്ക് അക്ബർ, ജിസേല് അങ്ങനെ കുറച്ച് ആളുകൾക്കാണ് അതിനകത്തുള്ള ഒരു ഇന്നർ കോർ സാധനം മനസ്സിലായിട്ടുള്ളതും. അവരതിനനുസരിച്ച് തന്നെ കുറെ വട്ടം അഭിലാഷ് നീച്ചെന്ന് പറഞ്ഞൊക്കെ അവർ തെറ്റിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആദ്യത്തെ അനീഷിന്റെ ഇൻപുട്ടും ഓക്കെ ആയിരുന്നു, പിന്നെ അനീഷ് തെറ്റിച്ചു. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇത് ലൈവില് രസമായിരുന്നു കാണാൻ. കുറച്ചിങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫയറും സാധനങ്ങളൊക്കെ രസമായിരുന്നു. അങ്ങനെ എന്തായി, ആ പരിപാടി കഴിഞ്ഞു. പിന്നെ പണിയാണ്. ഇതിനിടയിലൊക്കെ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, വൈൽഡ് കാർഡ് ഓരോരുത്തർക്ക് പണി കൊടുക്കാം. പണിപ്പുര പോയി വരുന്ന സമയത്തൊക്കെ പണി കൊടുക്കാന്നുള്ള ഐറ്റം വന്ന സമയത്ത് മസ്താനിക്കും പ്രവീണിനും കിട്ടി. അതെ, മസ്താനിക്കും പ്രവീണിനും അവർ തോറ്റ സമയത്ത് അവർക്ക് ഇനി മുതൽ പണിപ്പുരയിൽ ഇന്ന് കയറാൻ പറ്റില്ല ഐറ്റവും കിട്ടി. മറ്റവർക്ക് തിരിച്ചെന്തും കിട്ടി, ഷാനവാസിനും നമ്മുടെ ഇവക്കും റെനയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റില്ല. അതിൽ ഷാനവാസിന് ഇപ്പൊ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. സാറ്റർഡേ സൺഡേ എപ്പിസോഡില് അവർക്ക് ഷാനവാസിനെ വെച്ചതുകൊണ്ടും ഇല്ലെങ്കിലും അത് വലിയ മാറ്റമൊന്നുമില്ല. ലാലേട്ടൻ വേണമെങ്കിൽ മോനെ ഷാനവാസ് ഒരു അഭിപ്രായം പറ, ഇത്ര മാത്രമേ പറയാൻ പോകുന്നുണ്ടായതുള്ളൂ. ഇനി പറയില്ല കേട്ടോ, ഇനി കുറച്ച് ദിവസം ഉണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ അത് പണിയായിരിക്കും ഷാനവാസിന്. കാരണം പറയാൻ പറ്റില്ലല്ലോ, സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് സീനായിരിക്കും. പിന്നെ റെനയ്ക്ക് പറയാനുണ്ട്, പറയാനുണ്ട്. ആ റെനയ്ക്ക് പറയാനുള്ള സാധനങ്ങൾ കട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നത് മസ്താനി ബാക്കി ടീമിന്റെയും ബുദ്ധി തന്നെയാണ്. പിന്നെ അവര് വിചാരിച്ചത് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ മനസ്സിൽ മോർ ഓഫ് തോന്നിയത് എന്താ, ഗിസേലും അനുമോളും ചൂസ് ചെയ്യണ്ട. കാരണം അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറെ അധികം കണ്ടന്റ് ഈ സാറ്റർഡേ സൺഡേ ഓടിക്കാനുള്ളതാണ്, ടാലന്റ് വന്നാൽ ചോദിക്കാനുള്ളതാണ്. അപ്പൊ അത് അവിടെ നിർത്തി. റെനേനെ അവര് സ്ലാഷ് ചെയ്തു. പക്ഷെ റെനയ്ക്ക് നിന്നിരുന്നെങ്കിൽ കുറെ സാധനങ്ങൾ മസ്താനി പേടിച്ച് തിരിച്ചങ്ങോട്ട് കൊടുത്ത സാധനങ്ങൾ മെഴുകി. ഞാൻ പറഞ്ഞേ, മസ്താനി കൊണ്ട് നാട്ടക്കില്ല. മസ്താനിന്റെ ബേസിക് നേച്ചറില് മസ്താനിക്ക് എപ്പോഴും ഒപ്പം ഒരു 1-2 ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഒരു മാസ് വരുന്ന ഒരു രീതിയിലുള്ള സംഗതിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട് സർക്കിൾ ഉള്ളപ്പോഴാണ് നമുക്കൊരു 1-2 മാസ സാധനങ്ങൾ വരിക. അല്ലാത്ത പക്ഷം മസ്താനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാരും പാവങ്ങളുണ്ട്. ബേസിക്കലി എല്ലാരും പാവങ്ങളാണ്, ജീവിച്ചു പോകാനുള്ള ഗിമിക്കുകൾ മാത്രമേ ഉള്ളൂ. മസ്താനി പൊളിയും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. രണ്ടാമത്തെ ദിവസം ഓള് പൊട്ടുന്നല്ല നമുക്ക് എല്ലാം അറിയുന്നു. വലിയ ഷോവും ഡയലോഗും അതങ്ങനെ കാണിച്ച് ലാസ്റ്റ് തകർന്നു പോയി. അത് വേറെ കാര്യമുണ്ട്. ഈ അവിടെ ഇരുന്നിട്ട് റോക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. റോക്കറ്റ് എന്താന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്ന കേസ് തന്നെ ഉള്ളൂ. പിന്നെ ആംഗ്യം കാണിക്കുന്നതും ആക്ഷൻ കാണിക്കുന്നതും അതല്ല വിഷയം എന്താ അറിയോ, ഒന്നാമത്തെ പേടി റെന ഇല്ല. റെനേനെ ഇവര് ചൂസ് ചെയ്ത പുറത്താക്കി. പക്ഷെ സാറ്റർഡേ സൺഡേ എപ്പിസോഡില് എനിക്ക് ഉറപ്പാണ് ലാലേട്ടനെ ചോദിക്കും. മനസ്സിലായി, റെനയ്ക്ക് ചോദിക്കാൻ പറ്റാത്ത നിങ്ങൾ മാറ്റിയത് കൊണ്ട് റെനയ്ക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ എഴുതി വാങ്ങിയിട്ടാണെങ്കിലും ബിഗ് ബോസ് അത് അത് മനഃപൂർവ്വം എടുത്തിട്ടാണ്. അത് ബാക്കിയുള്ളവരെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ലാലേട്ടനെ ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ബിഗ് ബോസിന്റെ ടീം എന്താണ് ഡെഫിനറ്റ്ലി അത് ചോദിക്കാം. അത് ഈ പറഞ്ഞ പുറത്തത്തെ ആസ്പെക്ട്സ് പറഞ്ഞത് മാത്രം അങ്ങനത്തെ മാത്രമല്ല, ഈ റെനയോട് കാണിച്ചിട്ടുള്ള ആക്ഷൻസ് ആണെങ്കിലും ഈ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്താൽ അല്ലെ ബെറ്റർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇത് ചോദിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാസാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ മസ്താനി നിൽക്കും. അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ സംഭവിച്ചത് നമ്മളുടെ വലിയ അടി ഉണ്ടായത് ശൈത്യ പ്ലസ് നമ്മളുടെ അനുമോളുടെ ഐറ്റം ആണ്. ശൈത്യനെ കട്ടപ്പാന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി എന്ന് ചില ആളുകൾ പറയുന്നു. ചില പിന്നെ പറയുന്നു, ശൈത്യ പറയുന്നു ശൈത്യ കുറച്ച് ദിവസമായിട്ട് ഇത് പറയുന്നുണ്ട്, ഇവർക്ക് എന്തോ മാറ്റമുണ്ട്, അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ ബേസിക്കലി ഞാൻ പറയാ, ശൈത്യ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അനുമോളെ കൊണ്ട് മാത്രമാണ് അല്ലെ. ശരിക്കും ബിട്രയിലാണ് ഉള്ള കാര്യം പറയാലോ. ശൈത്യ ചെയ്തത് അനുമോളോട് കട്ടപ്പ പരിപാടി. അതിലൊന്നും ഒരു മാറ്റമില്ല പറയുന്നതിന്. കാരണം ശൈത്യന്റെ എക്സിസ്റ്റൻസ്, ശൈത്യ ആ ഒരു വീക്ക് അവിടുന്ന് എക്സിറ്റ് ആവേണ്ട ആളാണ്, എവിക്റ്റ് ആയി പോകേണ്ട ഒരാളെ ആ ഷോയില് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അനുമോളെ ഇവള് തിരിച്ചു കുത്തുന്നുള്ളൊരു എലമെന്റ് ഇവർക്ക് ഉള്ളത് കൊണ്ടും അതൊരു നല്ല കണ്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ആരെ വെച്ചേ ഈ പറഞ്ഞ ശൈത്യനെ വെച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ശൈത്യനെ വെക്കില്ല. ശൈത്യോട് പറയുന്നുണ്ട് അനുമോളുടെ ആര്യന്റെയും കഥ പറഞ്ഞിട്ടില്ലേ, ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് അവൾ ആദ്യം ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി. അല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയട്ടെ, ഇപ്പൊ കൊറേ ഞാൻ എന്റെ കമന്റ് ബോക്സിലാണെങ്കിലും കുറെ കണ്ടന്റുകളാണെങ്കിലും ഞാൻ കണ്ടത് ഈ വിഷയത്തില് അനുമോൾക്ക് ഒരു വിക്ടിം കാർഡ് ഇറങ്ങുന്നുണ്ട്. അതായത് അനുമോളുടെ സ്റ്റോറിയൊക്കെ പോയി നോക്കിയാൽ മതി.
അനുമോളെ കുറിച്ച് പറയുന്ന പേരുകൾ, അനുമോളെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, അനുമോളെ കുറിച്ച് ഇവര് പറയുന്നത് ബിന്നിയും നമ്മളുടെ ആര്യനും പറയുന്നത് അത് ലവ് ട്രാക്ക്. എടേ ഇതിലെവിടെയാ വൾഗർ എലമെന്റ് ഉള്ള? ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത എലമെന്റ് ഇതിനകത്ത് എന്താ ഉള്ളത്? പിന്നെ പേരുകൾ എന്ന് പറയുന്നത് ഇത് സീസൺ 7 ആണ്. 6 സീസൺ കഴിഞ്ഞപ്പോഴും ഈ 6 സീസണിലുള്ള കണ്ടസ്റ്റൻസിനും എന്തൊക്കെ പേരുകൾ കിട്ടി എന്നുള്ളത് കണ്ടു അറിഞ്ഞും മനസ്സിലാക്കി എനിക്കും അങ്ങനത്തെ പേരുകൾ വരാം എന്നുള്ളത് ചിന്തിച്ച് തിരിച്ചറിഞ്ഞിട്ടല്ലേ എഗ്രിമെന്റ് എഴുതി ഇതിനകത്ത് കയറിപ്പോയത്. മനസ്സിലായില്ലേ? പിന്നെ ആ പോണ പോക്കിന് PR എഴുതി കൊടുത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്തൊക്കെ പേരുകൾ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ PR എഴുതി വിട്ടിട്ടുള്ളത് അല്ലേ? കാശ് കൊടുത്ത് PR വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കി കണ്ടസ്റ്റൻസിനെ എങ്ങനെ അടിക്കണം എന്നുള്ളത് നോക്കി വെച്ച് അടിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തു പോയിട്ടുള്ളത്. അപ്പൊ അവര് ബാക്കിയുള്ളവരെ അടിക്കുമ്പോ അത് അവർക്ക് വേദനിക്കാറില്ലേ? ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്കും പേരിടുമ്പോ ബാക്കിയുള്ളവരെ കമന്റ് ബോക്സിൽ പോയിട്ട് അനുമോളുടെ PR ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് പേരിടുന്ന സമയത്ത് സാധനങ്ങൾ തിരിച്ചു കിട്ടും. അപ്പൊ അതിന്റെ മുകളിൽ കിടന്നിട്ട് അതൊരു വിക്ടിം കാർഡ് ആക്കി വെച്ചിട്ട് അനുമോള് ചെയ്ത പ്രവർത്തിനെ നിങ്ങൾ വൈറ്റ് വാഷ് ആക്കല്ലേ മക്കളെ. പിന്നെ അത് മാത്രല്ല മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം ഇന്നെ വെച്ചിട്ട്, അതായത് ഞാൻ ജാസ്മിനെ പറഞ്ഞില്ലേ നീ പുറത്തിരുന്ന് കഴിഞ്ഞ ഇവള് പറഞ്ഞു, സ്നേഹ പറഞ്ഞു, ജിത്തുവായി പറഞ്ഞു, ഞാൻ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ ഇവരെ കയ്യുന്നും നിങ്ങളെ കയ്യുന്നും കേട്ടിട്ടുള്ള എന്താ അറിയോ? ഞാൻ ജാസ്മിൻ ഏജന്റാ, ഞാൻ മുല്ലപ്പൂ ഏജന്റാ. ഇന്ന ഈ പറയുന്ന നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ഉള്ള നിങ്ങൾ തന്നെയാണ് ഇന്ന് എന്ത് വിളിച്ചിട്ടുള്ളത്? ജാസ്മിൻ ഏജന്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. ആ നിങ്ങൾ ഇപ്പൊ ഈ വിളിച്ചിട്ടുണ്ട് ഇവരിന്നെ ഞാനിവിടെ ഇവരിരുന്ന് ഓരോന്ന് പറയുമ്പോഴും അവരനുഭവിക്കുന്ന പ്രശ്നം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? സപ്പോർട്ട് ചെയ്തത്. ഉള്ളിൽ പോയി സപ്പോർട്ട് ചെയ്തപ്പോ അവിടെയും എനിക്ക് പ്രശ്നം, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തപ്പോ അവിടെയും പ്രശ്നം. ഒരു സാധനം ഒരു മീമോ റീലോ ഉണ്ടാക്കി വിടുമ്പോഴേ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ആളുകളിലേക്ക് മിസ്ലീഡ് ചെയ്ത് ഉണ്ടാക്കി വിടാൻ PR കാശ് വാങ്ങി നക്കിയ നാറികൾക്ക് ചിലപ്പോൾ ഇതൊക്കെ മതിയായിരിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്നുള്ളതിന് കൃത്യമായ ഓഡിറ്റിൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നുള്ള കൃത്യമായ ഓഡിറ്റിൻ്റെ ഉണ്ട്. ഓക്കെ, അവിടെ എവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അനുമോള കേസിലാണെങ്കിൽ അടക്കം എണ്ണി അനുമോള മറ്റേ ഇതിന് പറഞ്ഞപ്പോ ഇതിനെ കുറിച്ച് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞപ്പോ അക്ബർ ഇരുന്ന് പറഞ്ഞപ്പോ അക്ബറിനെ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ശൈത്യന്റെ വിഷയത്തിൽ ശൈത്യനെ വിമർശിച്ചിട്ടുണ്ട്. അനുമോൾക്ക് ഓരോ വട്ടവും വിമർശിക്കേണ്ട കാര്യങ്ങൾ അനുമോൾക്ക് അങ്ങനെ ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്. അനുമോൾ ഇതേപോലത്തെ ഒരു വെടലത്തരം പറയുമ്പോൾ അനുമോളെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനുമോക്ക് ഇട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ കഴിഞ്ഞ സീസണിൽ നടന്ന ഒരു ആക്ടിവിറ്റി അല്ല ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ സീസണും കഴിഞ്ഞ സീസണും കമ്പയർ ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യുന്നവരോട് ഒറ്റ ചോദ്യം, കഴിഞ്ഞ സീസണിൽ ഉണ്ടായി, ഓക്കെ, അതിൻ്റെ അവസ്ഥകളും അതിൻ്റെ സർവൈവിങ്ങും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് എത്ര പേര് എത്ര മോശമായി ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോഴും തിരിച്ചറിയാതെയും പഠിക്കാതെയും നിങ്ങൾ വീണ്ടും ഈ സാധനം കുത്തി. ഇതിപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം, അനുമോളല്ല ഈ പറഞ്ഞ അനുമോൾ റിസീവിംഗ് എൻഡിലാണ്. ഗിസൈലിനെ നിങ്ങൾ വെറുതെ വിടൂ? ഗിസൈലാണ് ഇത് കുത്തിപ്പൊക്കിയെന്നുണ്ടെങ്കിൽ ഗിസൈലിന് എത്ര പേര് അനുമോളിന്റെ PR എത്ര പേരിടും? എന്തൊക്കെ നിങ്ങൾ ഗിസൈലിനെ കുത്തിപ്പൊക്കും? ഗിസൈലിന്റെ പ്രൊഫൈലിൽ കയറും, ഫോട്ടോ എടുക്കും, കുത്തിപ്പൊക്കും തുടങ്ങും. പല തേർഡ് റേറ്റ് പരിപാടി നിങ്ങൾ കാണിക്കില്ലേ? ഇതിപ്പോ ഡിഫെൻസീവ് ആയപ്പോ ബാക്ക് ഫൂട്ടിൽ വന്നപ്പോ മുട്ടി ബോൾ താഴ്ത്തിടേണ്ട അവസ്ഥയാണ്. അത് മുട്ടി തന്നെ കളിക്കണം. ഇവിടെ കയറി 6 അടിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവിടെ ഗെയിം കളിക്കുന്ന അനുമോളാ. അനുമോൾ ഇന്നും അവിടെ വട്ടം കൂടി ഇരുന്നിട്ട് എന്താ പറയണേ? മസ്താനീന്റെ ഒപ്പം ഇരുന്നിട്ട് ആദിലേക്കും ഉറങ്ങി വീണ്ടും പറഞ്ഞു ഞാൻ കണ്ടറാ ഇതന്നെയാണ് പറഞ്ഞോണ്ട് കണ്ടറാ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോള്. ആ വീട്ടിലെ ബാക്കി എല്ലാവരും ഇത് വിട്ടു. അനുമോളാണ് ഇന്നും വിടാത്തെ. അനുമോൾ ഇന്നും വിടാതെ പിടിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് ഈ ഭാഗം കട്ട് ചെയ്തിട്ട് മാത്രം മീമാക്കണേ, നല്ല രസമുണ്ടാവും. നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മീമാക്കണം. അല്ല അതൊന്നും ഞാൻ പറയാം, നമുക്കൊന്നൊരു വിഷയമുള്ള കേസാണ്. ഞാൻ തുറന്നു പറയാണ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയുമ്പോ ഇത് ഭാര്യ, ഇത് ഭർത്താവ്, അല്ലെങ്കിൽ ഇതെന്റെ ഫ്രണ്ട് സ്നേഹ, എന്റെ ബെസ്റ്റ്, അങ്ങനത്തെ ഒന്നുമില്ല. ഇവക്ക് ഇവളുടെ ഇൻഡിവിജ്വൽ സാധനം. ഞാൻ ഇവളെയും ക്രിട്ടിസൈസ് ചെയ്യും, എന്നെ വെച്ച് പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല. കാരണം ഇവള് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സദാചാരം അല്ലേ എന്നുള്ള പലരും ചോദിക്കും. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സദാചാര വർത്താനല്ലേ, മറ്റേ എന്താ പറയാ, ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പാടൂ. അതിന് ഞാൻ വേറൊരു പോയിന്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം വീടിനകത്ത് എത്ര പേരാണ് ഈ രീതിയിലൊരു ആക്ട് കാണിച്ചത്? കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പരസ്യ വിചാരം പരിപാടി. പുറത്തുനിന്ന് ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് പുറത്ത് യൂട്യൂബ് ചാനലുകളും
കമന്റ് ബോക്സിലെ ആളുകൾ ഇതൊക്കെ എഴുതിടാൻ കാരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ബിഗ് ബോസ് തന്നെ കാണിച്ചതാണ്. ബിഗ് ബോസ് കാണിച്ചതും പോട്ടെ, ബിഗ് ബോസ് തന്നെ വിളിച്ചു ചോദിക്കുകയായിരുന്നു എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുണ്ടോ, എന്താ നിങ്ങൾ തമ്മിൽ. ഇത് ബിഗ് ബോസ് തന്നെയാണ് നാട്ടുകാരുടെ ഇടയ്ക്ക് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തത്. ഇപ്പോഴും ബിഗ് ബോസ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. മനസ്സിലായ? ബിഗ് ബോസ് തന്നെയാണ് കളിച്ചത്. എന്തുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇന്നൊക്കെ അക്ബറിന്റെ വിഷയത്തിൽ അക്ബറിനെയും ഷാനവാസിനെയും കൊണ്ടുപോയിട്ട് കൺഫെഷൻ റൂമിൽ ഇരുത്തിയ ബിഗ് ബോസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഫയറിങ് വരുന്നു. ആ ബിഗ് ബോസിന് ഇന്നലെ എന്റെ നാവ് അങ്ങോട്ട് പിഴുങ്ങി പോയ ബിഗ് ബോസിന് സാധനം ഇല്ലാതായി പോയ ബിഗ് ബോസിന്. അതൊന്നുമല്ല. ബിഗ് ബോസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് ആണ്. അതിന് പ്രമോ അടിച്ചിട്ട് ആ സാധനം ഇറക്കി കണ്ടന്റ് കത്തിച്ച് ഈ സീസണിലെ TRP കയറ്റി. ഈ സീസണെ കുറിച്ച് അറിയാത്ത ആളുകൾ 2 കുൽസിത വന്നപ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് കണ്ടു. ആ ഷോ സക്സസ് ആവണമെങ്കിൽ ആ സാധനം വെച്ച് റൺ ചെയ്യണം. അത് അവരുടെ ബിസിനസ്, അവര് ചെയ്തു. എന്തുകൊണ്ട് ഈ PR ടീമിനൊക്കെ ഇത്തിരി ചൊപ്പുണ്ട് എന്നുണ്ടെങ്കിൽ PR ടീമുകൾ, ഇപ്പൊ ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്തോ അലക്കല പരിപാടിയാണ് കാണിച്ചെന്നുള്ളത് ഞാൻ വിളിച്ചു പറയും, ഞാൻ ചോദിക്കും ചെയ്യും. ഈ PR ടീം, ഈ അനുമോള PR ആണെങ്കിലും ബാക്കി PR ആണ്, ഒരു ചോദ്യം ചോദിക്കടേ, ഒരു സ്റ്റോറി ഇട്, ഉളുപ്പുണ്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇട്. ഇന്നലെ അത്രയും ആൾക്കൂട്ട വിചാരം ഉണ്ടായ സമയത്ത് ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട്, ഗിസേൽ അവിടെ നിന്ന് കണ്ണ് പൊത്തിയിരിക്കുക. ഗിസേല് അവരിങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഗിസേലിന് കണ്ണ് പൊത്തി. ആ സമയത്തെങ്കിലും ഇത്തിരി മനുഷ്യത്തുള്ള ഒരു ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാരും അവിടെ ഇരിക്കുക. ബാക്കി സാറ്റർഡേ സൺഡേ പറയാം, ആൾക്കൂട്ട വിചാരണ ഈ ഷോയിൽ നടക്കില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ? എന്ത് വിളിച്ചു പറയാഞ്ഞേ? അപ്പൊ ഒരു കണ്ടന്റ് വേണം. അപ്പൊ പിന്നെ അവിടെ കടന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെതിർ ഇതൊന്നുമല്ല. അനുമോൾ PRക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലാദ്യം കളിച്ചതാരാ? ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തിരി ചൊപ്പുണ്ട് നിങ്ങൾ അത് പറ, ഓക്കെ? എന്നിട്ട് മതി നിങ്ങൾ ബാക്കിയുള്ളവരെ നെഞ്ഞെത്തിക്ക്. ഇപ്പൊ ഇന്നെ പിടിച്ചിട്ട് ആര്യൻ മറ്റേതാക്കി PR ആക്കി. ഞാൻ പിന്നെ ഓൾറെഡി ഞാൻ ഞാൻ ഓൾറെഡി മറ്റതല്ലേ, ഗിസേലിന്റെ പാവാടവള്ളിയാണല്ലോ. അതുകൊണ്ട് ഇത് പറയണം എനിക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ 10. കാരണം ഞാൻ പറയാം, ധൈര്യമായിട്ട് പറയാ, ആരാ കളിച്ചേ? ബിഗ് ബോസ് ആണ് കളിച്ചേ. അത് ഇന്ന് എവിഡന്റ് അല്ലേ? ഞാൻ പറയാ, ഇനി ബിഗ് ബോസ് കളിച്ചു, ബിഗ് ബോസിന് കളിക്കാം. കാരണം ഈ ഷോയിൽ എവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യരുത് പറയരുത് പറഞ്ഞിട്ടില്ല. ഇവിടെ ബുള്ളിങ് ഉണ്ട്, എന്ത് ബുള്ളി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഷോ ബുള്ളിങ് ആണ്, ഈ ഷോ ഇങ്ങനെയാണ്, ഈ ഷോന്റെ മെത്തേഡ് ഇതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർക്കൊരു വിഷയമല്ല. ഇതിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഷോന്റെ അഗ്രിമെന്റ് എഴുതി ഉള്ളിൽ കയറുന്ന സമയത്ത് ഇതാണ് പാറ്റേൺ മനസ്സിലാക്കിയിട്ടല്ലേ കയറുന്നേ. സീസൺ കണ്ടിട്ടല്ലേ പോണത്. സീസൺ കണ്ടറിഞ്ഞ് PR കൊടുത്ത് പോയിട്ട് പിന്നെ ആ PR വെളുപ്പിക്കലിൽ എന്തോ ചെയ്ത് ദയവ് ചെയ്തിട്ട് സ്വയം വെളുപ്പിക്കലല്ല, ബാക്കിയുള്ളവരെ കൂടി വെളുപ്പിക്കാൻ നോക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇരുന്ന് ബാക്കിയുള്ളവരെ കുറ്റം പറയാ, അവരുടെ കമന്റിൽ വീട്ടിൽ ഇങ്ങനെ പറയാ, അങ്ങനെ പറയാ. പൈസക്ക് പണി, പിന്നെ വീട്ടില് പൈസക്ക് പണിയെടുക്കുന്ന ആളുണ്ട്, പുറത്ത് പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാർ, ഇവിടെ എല്ലായിടത്തും പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ അല്ലേ? അക്ബറിന്റെ PR അല്ലേ? ഞാൻ അക്ബറിന്റെ PR ആ. ഷാനവാസിന് PR ഇടയ്ക്ക് നമ്മുടെ നാട്ടുകാരനായോണ്ട്. അപ്പൊ ബാക്ക് ടു ദിസ് എന്ത് ഈ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ആയിട്ടില്ല, വഴിയേ പറയാം. അങ്ങനെ റെന ഫാത്തിമ പൊട്ടിച്ച ബോംബ് മസ്താനി പേടിച്ച് മസ്താനിയുടെ അതെ. അതിനുശേഷം ഷാനവാസ് വേഴ്സസ് അക്ബർ. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് വ്യൂവേഴ്സ് പലർക്കും അറിയാം, നമ്മളും പറയാറുണ്ട്, വളരെ മോശം ഫേസിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് ഷാനവാസ് അക്ബറിനെ അടിച്ചിട്ട് പുറത്തു പോകുന്നുള്ള രീതി ഇന്നൊരു ഉന്തുന്തിയിട്ടുണ്ട്. പിന്നെ അത് തട്ടലിക്ക് മാറിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ച് ഇരുത്തി സംസാരിപ്പിച്ചു. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ? ഞാൻ നല്ലതെന്ന് പറയുള്ളൂ. കാരണം അത് അഗ്രസീവ് ഫേസിൽ പോയിരുന്നെങ്കിൽ പണി വാളിയിരുന്നു. അതുകൊണ്ട് എന്തായി, ഷാനവാസ് മനസ്സ് തുറന്നു. ഞാൻ ഷാനവാസിന്റെ വൈഫ് അന്ന് വിളിച്ച എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് പറയുകയാണെങ്കിൽ പറയട്ടെ, നമ്മളായിട്ട് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഇന്ന് ഷാനവാസ് അക്ബറിനോട് പറഞ്ഞത്. അത് ലൈവ് സ്റ്റോറി വരുമ്പോൾ ഷാനവാസ് പറയാൻ വെച്ചതാണ്. ഷാനവാസിന് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ട്, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഒരു കൺസേൺ ഉണ്ട്. അയാൾ അതിനെ എന്താ പറയുക സൈഡാക്കി വെച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് കൊണ്ടും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും വന്ന ഒരാൾ തന്നെയാണ് ആര്? ഷാനവാസ്. ഗെയിം എന്തോ ആയിക്കോട്ടെ, ചില സമയത്ത് ഗെയിമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായന്ന് വർത്താനൊക്കെ വരും. പക്ഷെ ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ദിസ് മാൻ, ഷാനവാസിനെ. കാരണം ഞാൻ ഒരിക്കലും പോലടി അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാത്താലും ഞാൻ അങ്ങനത്തെ ഈ ഷാനവാസിനുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ബിഗ് ബോസ് കയറില്ല. പിന്നെ ഒരു PR ഇല്ലാത്ത ഒരാളെ ഈ സീസണിൽ ഒരു PR ഇല്ലാതെ ടൺ കണക്കിന് വോട്ട് മേടിച്ച ഒരാളാണ് ആര്? ഷാനവാസ്. ജെനുവിൻ ഫാൻസ്. ഇപ്പൊ പലരും വോട്ടിംഗ് ലൈന് തുറന്ന സമയത്ത് അനുമോൾ ഫസ്റ്റ്,
പ്രോപ്പർ പിആറിങ്. അനീഷ് പ്രോപ്പർ പിആറിങ്. അനീഷ് നല്ല രീതിക്ക് ആ അനുമോള്, അനീഷ്, അക്ബർ, അപ്പാനി, പിന്നി, ആദിലനൂറ ഫോർ ഷുവർ, ആദിലനൂറ. അങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ടുള്ള ടോപ്പിൽ ഗിസേൽ ഓബിയസ്ലി ഗിസേൽ. ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന കുറെ ആളുകൾക്ക് ഹെവി പിആർസ്. ആ പിആർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 1 to 6 വരെ കൺവേർട്ട് ആയി വന്നിട്ടുള്ള കോർ ഓഡിയൻസിനെ വെച്ച് വോട്ടിങ്ങിന് വേണ്ടി കൺവേർഷൻ നടത്തുന്ന പിആറുകൾ ഉള്ള ആളുകളുടെ ഇടയിൽ ഈ ടോപ്പിൽ ഷാനവാസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഷാനവാസിന്റെ ഗെയിം തന്നെ. മനസ്സിലായല്ലോ? സംസാരവും അല്ല, അതിന് ഞാൻ ഷാനവാസിനെ ഞാൻ പറഞ്ഞല്ലോ, അതിന് ഞാൻ ഷാനവാസിനെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യും. പിന്നെ ഈ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ഷാനവാസ് നിന്ന് കളിക്കുന്നതിനും ഞാൻ സമ്മതിച്ചു കൊടുത്തു. കാരണം ഒരാളും കളിക്കില്ല. അത്രയും പ്രഷറുള്ള, ഭക്ഷണം കിട്ടാത്ത, ഇന്റൻസ് സിറ്റുവേഷനിൽ പോകുന്ന ഒരു സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ആവാൻ സാധ്യതയുള്ള ഒരു സാധനവും കയ്യിൽ വെച്ചിട്ട് ടൈം ബോംബ് മാതിരി ഒരു മനുഷ്യൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹീ ഡിസേർവ്സ് എ ക്ലാപ്പ് മാൻ. ഒന്നും പറയാല്ല. ലിറ്ററലി അത്രത്തോളം അയാൾക്ക് കൈയടിച്ചു കൊടുക്കണം. അത് അയാൾ ഇന്ന് അക്ബറിനോട് പറഞ്ഞത് ഏറ്റവും നന്നായി. ആ വീട്ടിൽ അത് അറിയേണ്ട ഏറ്റവും വലിയ ആൾ അക്ബർ ആയിരുന്നു. അക്ബറിന് അത് മനസ്സിലായി. അതുകൊണ്ട് അക്ബറും കെട്ടിപ്പിടിച്ച് അതങ്ങനെ പോയി. അതെ, അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ജയില്. അനുമോൾ എന്താന്നുള്ളത് ജയിലിൽ കിടന്ന് ഇനിയും പറയരുത്. അവ ആ സ്ത്രീയുടെ അകത്തുള്ള ഗ്രഡ്ജ്, ആ സ്ത്രീയുടെ അകത്ത് ഗിസൈലിനോടുള്ള ആ വ്യക്തി വൈരാഗ്യത്തിന്റെ, അതായത് സ്വന്തം ഫോട്ടോ കത്തിച്ചപ്പോ എക്കിട്ടും മുക്കുട്ടും ഇട്ട് മുങ്ങാന്ന് പറഞ്ഞ് കരഞ്ഞ ഈ അനുമോക്ക് വേറൊരാളുടെ ഫോട്ടോയില് അവരുടെ മുഖം വികൃതമാക്കണം എന്നുള്ള രീതിയിൽ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഹൗ പെത്തറ്റിക് ദാറ്റ് ലേഡീസ് മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര മോശപ്പെട്ട മൈൻഡ് ആ ലേഡീൻ്റെ ആലോചിച്ച് നോക്ക്. ഇനി ഇതിന് താങ്ങാനും വിളിപ്പിക്കാനും നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്നോ മക്കളെ, പൈസ വാങ്ങിയതല്ലേ, പൈസ വാങ്ങി കൊടുക്കണ്ടേ, ചെയ്തോ. അതേപോലെ വേറെ പറഞ്ഞിട്ടില്ലേ, ഭക്ഷണം കൊടുത്തിട്ട് വയറ് വലുതാവട്ടെ എന്ന്. അപ്പൊ പറയുന്നുണ്ട് ഇവിടെ അത് മാറിയതാ, അങ്ങനെ പറയരുത്. അത് ഗിസൈലിന് മലയാളം മാറിപ്പോയതാ. അല്ല, ജിസേൽ നല്ല രീതിയിൽ പറഞ്ഞു. അനുമോള് വയറ് നിറയട്ടെ എന്ന് പറഞ്ഞു, പക്ഷെ വയറ് ചാടട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, നിറയട്ടെ പറഞ്ഞു. പക്ഷെ അനുമോൾ അപ്പുറത്ത് പറഞ്ഞു. ഞാൻ അത് ആര് പറഞ്ഞപ്പോഴാ? അത് നെവിൻ വന്ന് കളിയാക്കിയപ്പോ, അല്ല എല്ലാത്തിനും പറയരുത് സംഗതി. അല്ല, അനുമോള് ഓൾറെഡി പറഞ്ഞത് എന്താ, നിറയട്ടെ ഇത് കഴിഞ്ഞിട്ട് പറയുന്നേക്ക് വയറ് നിറയട്ടെ എന്നാണ് ആര് പറഞ്ഞത്? അനുമോള് പറഞ്ഞതാണ് അനുമോള് പറഞ്ഞത്. പക്ഷെ അത് ഗിസേൽ കേട്ടത് വയറ് ചാടട്ടെ എന്നാണ്. അത് ഗിസേൽ മലയാളത്തിന്റെ പ്രശ്നം. അപ്പൊ നെവിനാണ് അവിടെ നിന്നിട്ട് എന്ത് ചെയ്തത്? അപ്പൊ നിനക്ക് അത് തമാശയാണ്, അതൊക്കെ തമാശയാണ്. പക്ഷെ ആ ഫോട്ടോയിൽ കുത്തി വരച്ചത് ഒരു തമാശയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. വൈ? ബിക്കോസ് അപ്പുറത്ത് സ്വന്തം ഫോട്ടോ കത്തിയപ്പോ കരഞ്ഞ് ഇക്കിട്ടും മുക്കിട്ടും ഇട്ട് കരഞ്ഞു പോയ ഐറ്റമാണ് ആര്? അനുമോള്. ഓക്കെ, അതുകൊണ്ട് ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാനത് സാധനം പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മള് ശൈത്യ അനുമോള് ശൈത്യ എന്താ അറിയോ, ശൈത്യക്ക് ഞാൻ പറയുന്നു, ശൈത്യക്ക് ഇത്രയും ദിവസം നിന്നത് അനുമോളുടെ PR വോട്ടുകൾ ഉള്ളത് കൊണ്ടും പിന്നെ കുറച്ച് എന്താ പറയുക ഇത് സ്കിപ്പായതുകൊണ്ടും ഒരാഴ്ചയിലെ സാധനം സ്കിപ്പായതുകൊണ്ടും ഒക്കെയാണ് ശൈത്യ നിന്ന് പോണത്. പിന്നെ ശൈത്യക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അനുമോളുടെ ഒപ്പം പോയിട്ട് ഇങ്ങനെ ബെഡിൽ ഇരുന്നിട്ടോ അവിടെ ഇരുന്ന് കുശുമ്പും കുഞ്ഞായ്മയും പറയുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒന്നുകൊണ്ടും അല്ല ശൈത്യ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ശൈത്യ ആ അനുമോളെ കുത്തിയ കുത്തലിനൊക്കെ ഒന്നും പറയാനില്ല. അതിനിപ്പോൾ മസ്താനി ഒന്ന് ഇട്ട് കൊടുത്തതാണെന്നുണ്ടെങ്കിലും അത് അനുമോള് മനസ്സിലാക്കി അനുമോക്ക് നല്ലത്. അത്ര ഇപ്പൊ ജിഷിൻ എന്താണെങ്കിലും ഞാൻ ഇതിനിടയിൽ പോയിട്ട് വീണ്ടും വേദലക്ഷ്മിനായിട്ട് കൊള്ളിയിട്ട് ചൊറിഞ്ഞ് എന്തായാലും തിരിച്ചു കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. മറ്റേ പണ്ട് ഇന്നലെ പറഞ്ഞ പോലെ ആര്യം ചെയ്ത പണ്ട് ആര്യന് കിട്ടിയത് ഇപ്പൊ ജിഷിന് കിട്ടി, അത്രേ ഉള്ളൂ. എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അല്ല, വിളിച്ചു പറയുമ്പോ മാസാണെന്നാണ് വിചാരി. അതാണ് സംഭവം, അതാണ് അവസ്ഥ. അതൊരു സൈഡിൽ അങ്ങനെ അതുകൊണ്ട് പിന്നെ മസ്താനിന്റെ കരച്ചില്, മസ്താനി പൊട്ടി. മസ്താനി ഏകദേശം പൊട്ടി. എന്താ പറയുക, 2-3 ദിവസമൊക്കെ ഓടിക്കാനുള്ള കണ്ടന്റ് ഈ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാലോ അവസ്ഥ. 2-3 ദിവസം ഓടിക്കാനുള്ള കണ്ടന്റ് നമ്മളതിൽ കാണും. ആ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താ അറിയോ,
പടച്ചോനെ ഒറ്റപ്പെട്ടു ഇതിനകത്ത് ഒരാളെ മനുഷ്യനെ അറിയൂല, ഒന്നും പറയാനുമില്ല, സാധനം പുതിയ കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ട് മസ്താനിക്ക് ഫുള്ള് കിട്ടിയത് പേഴ്സണൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പേഴ്സണൽ മാറ്റേഴ്സ് പറയാനുള്ള അല്ല ഞാൻ പറയാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആലോചിക്കാൻ എന്താ അറിയോ, നമുക്ക് അവിടെ ഡേയ്സ് ഇല്ല, നമ്മളതിൽ എക്സ്പീരിയൻസ് ഇല്ല, നമുക്കൊന്നും പറയാനില്ല, അവിടെ നടന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് കണ്ടത് പറയാനും പറ്റില്ല. പിന്നെ നമുക്ക് സെൽഫ് എക്സ്പീരിയൻസ് ഉണ്ടായി വരണമെങ്കിൽ നമുക്കൊരു ഒരാഴ്ച ഒക്കെ പിടിക്കും. ഈ സാവുമാൻ അതിനാ വെയിറ്റ് ചെയ്യണമെന്നുണ്ട്, അതിനകത്തുള്ള കണ്ടന്റ് വെച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ടാ വെയിറ്റ് ചെയ്യണമെന്നു. ജിഷിനോ അല്ലെങ്കിൽ ബാക്കി ഇവളോ അങ്ങനെയല്ല, മസ്താനിയോ. പിന്നെ വേദലക്ഷ്മി ഒരു പരിധി വരെ ഇപ്പൊ പിടിക്കുന്നുണ്ട്, ഒരു കൺട്രോൾഡ് ആയിട്ട് വരുന്നുണ്ട് വേദലക്ഷ്മി. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ ഈ ബിന്നി ഇരുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇൻമേറ്റ്സിന്റെ ഇടയിൽ ബിന്നി ഇരുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് കുറച്ചും കൂടി വേദലക്ഷ്മിക്ക് സംസാരം എനിക്ക് ഇഷ്ടമായിട്ടോ. അല്ല വേദലക്ഷ്മിക്ക് കിട്ടും ആ സ്പേസ്. ബിന്നിന്റെ സ്പേസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് ക്യാമറ സ്പേസ് ഇല്ല, പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നതിന് കിട്ടുന്ന ഒരു സ്പേസ് മാത്രമാണ് ബിന്നിക്കുള്ളത്. പിന്നിലാണ് കളി. പക്ഷെ വേദലക്ഷ്മി പിന്നിലും കളിക്കാം, ഫ്രണ്ടിൽ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ബാക്കിയുള്ളവരോട് തട്ടി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം. അപ്പൊ ബിന്നിന്റെ സ്പേസ് മിക്കവാറും ഇത് വേദലക്ഷ്മി കൊണ്ടുപോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. എനിക്ക് വേദലക്ഷ്മി ജിഷിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കറക്റ്റ് ആയിട്ട്. അത് മാത്രമല്ല ഇവിടെ വേറൊരു കോംബോ ബിൽഡ് ആയല്ലോ ഇപ്പൊ, മസ്താനി അനുമോള്. മസ്താനിന്റെ കാര്യം പോക്കാണ്. മസ്താനി അനുമോളൊപ്പം ആര് പോയി കൂടിയോ പോക്ക. ഇപ്പൊ കണ്ടോ ധൈര്യയായി ജാൻസി റാണി ആയിട്ട് വന്ന മസ്താനി അനുമോളൊപ്പം കൂടി കരഞ്ഞു. അത് ആ അനുമോളുടെ ഒരു പ്രത്യേകതയാണ്. നാളെ മുതൽ കണ്ടുകൊണ്ട് രണ്ടും കട്ടിൽ റാണിമാരായിട്ട് ഇരുന്ന് അവര് പ്ലാനിങ് പ്ലോട്ടിങ് ആയിട്ട് സെൽഫായിട്ട് എന്തായി അടി നെഗടിക്കും. നെഗടിച്ചാണ്ട് തീരും. ഒരു അതാണ് തീർന്നാണ് സൈഡായി പോകും. ഇന്നും നമ്മള് രേണുസുദീനെ കണ്ടില്ല കേട്ടോ, റെനോച്ചിനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ രേണു ചേച്ചിക്ക് കൂട്ടുണ്ട്. രേണു ചേച്ചിനെ തകർക്ക. ഇത് കഴിഞ്ഞ പോലെ അൻസിബേനെ പറഞ്ഞ മാതിരി എല്ലാ ആഴ്ച എടുത്തിട്ട് നോമിനേഷനിൽ ഇടും. എല്ലാ ആഴ്ചയും കഴിച്ചിലായി പോയി. എല്ലാ ആഴ്ച നോമിനേഷനിലും എല്ലാ ആഴ്ചയും കഴിച്ചിലായി പോയി. നമ്മള് വോട്ട് ചെയ്യുന്ന നേരത്തെ ഒരു വോട്ട് എന്താണെങ്കിലും മറ്റേ ഗണപതിക്ക് വെച്ച പോലെ ആർക്ക് അൻസിബ ഹസൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണില്ല, എവിടെയും കാണുന്നില്ല. എന്നാ പിടിച്ചോ അടുത്ത ആഴ്ച പുറത്താവും. എവിടെ നാളെ പിന്നെ തിരിച്ചൊരു പൂറാങ്ക് വരാണ്. അതേപോലെ രേണുസുതി വന്നിട്ട് ഈ സീസൺ ആണ് പോകുന്നുണ്ട്. ടോപ്പ് 10 വരെ പോകുന്നുണ്ട് രേണു ചേച്ചി. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു റെന ഫാത്തിമന്റെ ഉമ്മ, ഞാൻ കണ്ടു. അതിനിപ്പോ പറയുന്നത് ഒന്നുമില്ല, അതിപ്പോ കരഞ്ഞതിനെ കുറിച്ചുള്ള പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇത്രേ ഉള്ളൂ. ബാക്കി നമ്മളെ അത് മാത്രല്ല നമ്മളുടെ കലാഭവൻ സരിക അവര് പുറത്തൊരു ഇന്റർവ്യൂവിനകത്ത് വളരെ ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം ഈ ഗിസയിലും ആര്യന്റെയും കിടത്തത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി സംശയമുള്ളവര് ഇതിപ്പോ അവരാ വീട്ടിൽ നിന്ന് വന്നാണല്ലോ, അവര് പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവിടെ വെച്ചിട്ട് അത് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ബെഡ് കിട്ടി, ഞാനും ബാക്കിയായി, ജിസയിലും ബാക്കിയായി, ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഒന്നെങ്കിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോലും എന്റെ എത്രയോ ഇളയതാണ്, അപ്പൊ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസയിലൊക്കെ ഞാൻ കിടക്കാം. അപ്പൊ തന്നെ എനിക്ക് അവരോട് ബഹുമാനം തോന്നിയ, കാരണം വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർക്കില്ല. അപ്പൊ ഞാൻ പോലും അയ്യോ അവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ ഏതാ പെണ്ണുങ്ങള് ഞാൻ ഓടി രേണുവിന്റെ അടുത്ത് പോയി കിടന്നു. അപ്പൊ അവിടെ ജിസയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ആര്യനോ ഓക്കെ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും. നമുക്ക് പോലും കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നിയിട്ടില്ല. ഇപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്താം നമുക്കത് അയ്യോ അത് പണിയാവുമല്ലോ നമുക്ക് പോലും തോന്നിയിട്ടില്ല. പിന്നെ അവര് ഭയങ്കര ഫോർവേഡ്, ഭയങ്കര രസകരമായിട്ടുള്ള 2 ഫ്രണ്ട്സാണ്. അതേപോലെ ബിഗ് ബോസ് എവിടെ ഇവരെ മോശമായിട്ട് എവിടെയും കാണിച്ചിട്ടുമില്ല. അല്ല അതാ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷത്തെ സീസണിൽ വെച്ചാൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവര് കാണിച്ചു തന്നിട്ടാണ്. പക്ഷെ അവര് കാണിച്ചു തന്നിട്ടില്ല. എന്നിട്ടാണ് അനുമോൾ ഇങ്ങനെ പറയണത്. ഇല്ല അതന്നെയാ പറഞ്ഞത്. ഇല്ല അതാണ് ഇത് ജിസേലിന്റെ ഒരു ക്ലാസ് സാധനമാണ്. സീരിയസ്ലി അതോടെ വെക്കാൻ കാരണം കഴിഞ്ഞു വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അവരിപ്പോ റീസെന്റ് ആണ് എവിക്റ്റ് ആയത്. സോ അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങള് ഡേ 1 മുതലുള്ളത് അവർക്ക് അറിയാം. അവർ എവിക്റ്റ് ആവുന്നവരെയുള്ള അവര് പറഞ്ഞ കാര്യത്തിൽ വളരെ ക്ലിയർ കട്ടാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിനിടയിൽ ഈ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഈ ഡുണ്ടുമോളെ എവിടുന്ന സാധനം കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, പക്ഷെ എന്താ പറയാ, നമുക്ക് ജിസേലിന്റെ ഒരു ക്ലാസി സാധനം ഉണ്ടല്ലോ, അതാണ് പുറത്തേക്ക് വരുന്നത്. അത് ബാക്കിയുള്ളവർ കണ്ടുപഠിക്കേണ്ട സാധനങ്ങളാണ് എന്തായാലും. അതുകൊണ്ടല്ലേ ഞാൻ ഡേ 1 മുതൽ പറഞ്ഞത് ജിസേല് കൊള്ളാം. ഞാൻ അക്ബർ PR ആണ്. എനിക്ക് അക്ബറിന് ഭയങ്കര ഇഷ്ടമായി. ഷാനവാസ് രസമുണ്ട്. ഇതിനിടയിൽ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം,
പൂമ്പാറ്റകൾ വല്ലാണ്ട് താഴെ പോയി എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു. പൂമ്പാറ്റകൾ പോയി, കയ്യിൽ നിന്ന് പോയി. പൂമ്പാറ്റകൾ വല്ലാണ്ട് എക്സ്പോസ്ഡ്. ആദിലേനെ മാത്രമേ ഒരു വിശ്വാസമുള്ളൂ. ഇനി ആദിലേനെ വിശ്വാസം ഇല്ലാത്തത്. എനിക്ക് നൂറേനെ വലിയ തോന്നുന്നില്ല, ഷോ മാത്രം കാണിക്കുന്ന പോലെ തോന്നുന്നു. ആദിലേനെ മാത്രം എനിക്കിപ്പോ വിശ്വാസം ഇല്ലാത്തത്. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി ആരും ഇല്ലല്ലോ. ഒന്നിയിലൊന്നും ഇല്ല എവിടെയും. അഭിലാഷും ഇല്ല. അഭിലാഷ്, ഒനിയിലെ, രേണു സുധി ആരുമില്ല, ഇല്ല, ആരൊന്നുമില്ല. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.